എന്ന് കേൾക്കുമ്പോൾ പല തോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അല്ലെ. പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങളിപ്പോ 10th കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പൊ തന്നെ ഞങ്ങൾക്കൊണ്ട് +1 ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ +1 ഏത് സ്ട്രീം എടുക്കണം, ഏത് സ്കൂളിൽ പഠിക്കണം, എന്താവണം എന്ന് വരെ തീരുമാനിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇപ്പൊ ഈ ഒരു +1 എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ എന്ത് തോട്ടാണ് കടന്നു പോകുന്നത് എന്നുള്ളതൊന്ന് എന്റെ കുട്ടികളെ കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതില് ഞാൻ മെജോറിറ്റി ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ +1 +2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതാണല്ലോ പറയാ, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ കുറെ പേര് +1 സയൻസ് എന്ന് പറഞ്ഞാൽ +1 സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്, +1 സയൻസ് എടുക്കുകയേ ചെയ്യരുത്, അതിനകത്ത് ഇങ്ങനെയുണ്ട് അതിനകത്ത് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരെയും പേടിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ആക്ച്വലി എന്താണ് +1 ഇത്രത്തോളം പേടിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങൾ സത്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ കഷ്ടമാണ്. ഓക്കെ, അതായത് സത്യം എന്താന്ന് പറഞ്ഞാല് നമ്മൾ 10ാം ക്ലാസ്സിലെ ലെവലിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയാണ് +1 +2 എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പഠിക്കുന്ന എന്താ പറയാ ചാപ്റ്റേഴ്സിന്റെ എണ്ണം ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഡെപ്ത് ആയിക്കോട്ടെ, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അത് സത്യം തന്നെയാണ്. അതിപ്പോ സയൻസിൽ മാത്രമല്ല, കൊമേഴ്സ് ആയാലും ഇക്കണോമിക്സ് ആയാലും കൊമേഴ്സ് ആയാലും പിന്നെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഏതാണോ പഠിക്കുന്നത് അതിൽ നിന്ന് കുറച്ചൊരു കൂടുതൽ തന്നെയാണ് നമ്മൾ +1 +2ലേക്ക് വരുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതോ നമ്മളെ കൊണ്ട് എടുത്താൽ പോകാത്തതോ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഒരിക്കലും അല്ല. കാരണം അതിന്റെ റിസൾട്ടാണ് ഇത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ +1 അഗ്നി ബാച്ചിലെ സ്റ്റുഡൻസിന്റെ റിസൾട്ടാണ്. ഇത്രയും കുട്ടികൾക്കാണ്, 20 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക്. നിങ്ങൾ ആലോചിക്കുക, ഫുൾ മാർക്ക്, ഒരു മാർക്ക് പോലും പോവാത്ത, പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം ഡെപ്തിലും അത്രയധികം ചാപ്റ്റേഴ്സും ഒക്കെ വെച്ചിട്ടും ഫുൾ മാർക്ക് ഇത്രയും കുട്ടികളെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് മിസ് ഫുൾ മാർക്കാരെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിൽ 519 കിട്ടിയ ആൾക്കാരുണ്ട്, 518 കിട്ടിയ കുറെ ആൾക്കാരുണ്ട്, 517 കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. സയൻസ് സബ്ജക്ട്സിലെ ഫുൾ മാർക്ക് ഫുൾ A+ കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ തീരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് എടുത്താൽ പൊങ്ങാത്ത കാര്യമാണെന്നാണോ? ആണോ? അല്ല. നിങ്ങളെ പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് അവർക്ക് എന്താണോ സ്ട്രീം താല്പര്യം അത് അവരെടുത്ത് അവര് നന്നായിട്ട് പഠിച്ചു. അതില് അവരുടെ ലൈഫില് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഫേസിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമ്മളുടെ എക്സാമിനറിന്റെ +1 അഗ്നി ബാച്ച്. ഇത് നമ്മുടെ +1 അഗ്നി ബാച്ചിലെ മക്കളുടെ റിസൾട്ടാണ്. അപ്പം അവര് നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്കും ആഗ്രഹം സയൻസ് എടുക്കാനാണ്, പക്ഷെ പല ആൾക്കാരും പറയുന്നത് കേട്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ കുറെ കുട്ടികൾ തന്നെ ചിലപ്പോൾ നീറ്റ്, കീമോ പോലത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു സ്വപ്നവും കൊണ്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങളുടെ മനസ്സ് അതാണ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളുടെ എക്സാമിനറിന്റെ +1 ബാച്ചിലൂടെ നമ്മൾ ചെയ്തു തരുന്നുണ്ടാകും. അപ്പൊ നമ്മുടെ +1 അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാകും, പിന്നെ PYQ വീഡിയോ സൊല്യൂഷൻസ്, ചാപ്റ്റർ വൈസ് എക്സാം, പിന്നെ 6 സബ്ജക്റ്റിന്റെയും നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ്, അതുകൂടാതെ ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ നമ്മുടെ +1 റിവിഷൻ ബാച്ച്. ഇത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആണ്. അതായത് നമുക്ക് 2 ബാച്ചുകളാണുള്ളത്, ബേസിക് ബാച്ചും പ്ലസ് ബാച്ചും. അതായത് ബേസിക് ബാച്ചിന്റെ അകത്ത് ഈ പറഞ്ഞ ഫുൾ ബുക്ക് സെറ്റോ ക്വസ്റ്റ്യൻ ബാങ്കോ നമ്മുടെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ +1 നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോ 10ാം ക്ലാസ് ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് ഉണ്ടായിരുന്നില്ലേ? ആ റിവിഷൻ ബാച്ചുകളൊന്നും തന്നെ നമ്മുടെ ബേസിക് ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കില്ല. ബേസിക് ബാച്ചിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാകും, PDF ക്ലാസ് നോട്ട് ഉണ്ടാവും, PYQ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ബേസിക് ബാച്ചിൽ ഉണ്ടാവുക. നമ്മുടെ ബേസിക് ബാച്ചിന്റെ ഫീ എന്ന് പറഞ്ഞാൽ 4990 ആണ്. ഓക്കെ, ഇനി നമ്മുടെ പ്ലസ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ ആണ് അല്ലെ. എന്തൊക്കെയാണ്? നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മുടെ റിവിഷൻ ബാച്ച്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആണ്. ആൻഡ് നമ്മുടെ ബാച്ചിന്റെ ഫീ എന്ന് പറഞ്ഞാൽ 5990 ആണ്. അപ്പൊ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ പോലെ നമ്മുടെ ഇങ്ങനെ അഗ്നി ബാച്ചിലെ ഫുൾ മാർക്ക് കിട്ടിയ മക്കൾ എന്നൊക്കെ പറഞ്ഞ് വരണം. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഈ +1 എന്ന് പറയുന്ന കാര്യം ഇത്രയും പേടിക്കാനുള്ള കാര്യമല്ല. സ്റ്റാർട്ടിങ് മുതൽ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ വരുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ
ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാം. ഇനി വരുന്ന നിങ്ങളുടെ ജൂനിയേഴ്സിനോട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിന്റെ +1 അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെക്കാവുന്ന നമ്പറിലോ അല്ലെങ്കിൽ 7592092021 അല്ലെങ്കിൽ 7592092022 ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാം. അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.